ഒരു വാർത്ത വരുന്നുണ്ട്. ബംഗാളിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിന് പിന്നാലെ പരാജയ ഭീതിയിലായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് അക്രമത്തിന് കോപ്പുകൂട്ടുന്നതിൽ ആക്ഷേപം വരികയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഭവാനിപ്പൂരിൽ ഒരു സംഘർഷം ഉടലെടുത്തിട്ടുണ്ട്. ഭവാനിപ്പൂരിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ തൃണമൂൽ ശ്രമിക്കുന്നതായിട്ടാണ് BJP കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും വിവരങ്ങളുമായി S നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ബംഗാളിൽ ഈ വോട്ടെണ്ണലിൽ അട്ടിമറി നടക്കുമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഹർജി കൊൽക്കത്ത ഹൈക്കോടതിയൊക്കെ തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ അക്രമ സംഭവങ്ങളുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വിശദാംശങ്ങൾ? കൊൽക്കത്തയിലെ ഭവാനിപ്പൂരിലാണ് ഇപ്പോൾ ചെറിയ തോതിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഈ തൃണമൂൽ കോൺഗ്രസിന്റെ വാഹനം BJP പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ്. നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മമതാ ബാനർജിയും അതേപോലെ തന്നെ സുവേന്ദു അധികാരിയും, പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലമാണ് ഭവാനിപ്പൂരിൽ. അവിടെ മമതാ ബാനർജി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ദുരൂഹമായ എന്തോ ഉണ്ട് എന്നാണ് BJP പ്രവർത്തകർ ആരോപിച്ചിരുന്നത്. എന്നാൽ വാഹനം കടത്തിവിടാൻ തയ്യാറാകാതെ BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പിന്നീട് കൂടുതൽ പോലീസ് എത്തി BJP പ്രവർത്തകരെ മാറ്റിയ ശേഷം ഈ വാഹനം കടത്തിവിടുകയായിരുന്നു. വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നതായിട്ടാണ് BJP ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ പശ്ചിമബംഗാൾ വോട്ടെണ്ണലിൽ ഇടപെടാനാവില്ലെന്ന് കൊൽക്കത്ത ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. തൃണമൂലിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരെ കൗണ്ടിംഗ് സൂപ്പർവൈസിംഗ് നടപടികൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിയോഗിക്കാമെന്നുള്ള തീരുമാനം കോടതി ശരിവെക്കുകയായിരുന്നു. വോട്ടിംഗ് പ്രക്രിയയിൽ സംസ്ഥാന ജീവനക്കാരെ മാത്രം നിയോഗിക്കണമെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യം. അതാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. CCTVയും അതേപോലെ തന്നെ മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ സാന്നിധ്യത്തിലുള്ളതിനാൽ, അവരുടെ ഒരു സാന്നിധ്യമുള്ളതിനാൽ അട്ടിമറി ഭീതി വേണ്ട എന്നുള്ളതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ കൗണ്ടിംഗ് ജീവനക്കാരെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും കോടതി വ്യക്തമാക്കിയുണ്ടായി. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങുന്നു എന്ന ആരോപണം വെറും സങ്കല്പം മാത്രമാണെന്നും കോടതി വ്യക്തമാക്കിയുണ്ടായി. പ്രജിത്ത്.